ഞാൻ ഡോക്ടർ സന്തോഷ് കുമാറാണ്. ഞങ്ങളുടെ മെഡിക്കൽ ടീം ഇപ്പോൾ ഗാസയിലാണുള്ളത്. ഗാസയിൽ നിന്ന് ഇന്നലെ വൈകിട്ടാണ് എത്തിയത്. ബോർഡർ ക്രോസ് ചെയ്ത് വൈകിട്ടാണ്. രാവിലെ ഞങ്ങൾ കയറാൻ തിരിച്ചു. ഇടയ്ക്ക് വെച്ച് ഇസ്മായിലിയിൽ നിന്ന് ഇസ്മായിലിയ കഴിഞ്ഞിട്ടുള്ള നിരവധി ചെക്ക് പോസ്റ്റുകൾ കഴിഞ്ഞിട്ടാണ് ഗാസയിലെ അതിർത്തിയിലേക്ക് എത്തുന്നത്. വഴിയിൽ ഏകദേശം 20 കിലോമീറ്ററോളം തന്നെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളാണ് കാണുന്നത്, ലോറികൾ. അതായത് ഈ ഗാസയിലേക്കുള്ള വെള്ളം, ഭക്ഷണം, മറ്റത്യാവശ്യ സാധനങ്ങൾ, മരുന്നുകൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വഴിയിൽ ഇങ്ങനെ ഏകദേശം 400 മുതൽ 500 ട്രക്കുകളിൽ ഇങ്ങനെ കെട്ടിക്കിടപ്പാണ് ഉള്ളത്. അതേസമയം ഗാസയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഭക്ഷണമില്ല, വെള്ളമില്ല, വൈദ്യുതിയില്ല, ഗ്യാസ് കണക്ഷനൊന്നും തന്നെയില്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇത് വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ അയക്കുന്നത് തന്നെ. ബോർഡറിലേക്ക് അടുത്തെത്തുമ്പോൾ ഈജിപ്തിന്റെ കണക്ഷൻ ഉപയോഗിച്ചിട്ടാണ് വാസ്തവത്തിൽ എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ നടത്താൻ തന്നെ കഴിയുന്നത്. ഇന്നലെ റഫായിലേക്ക് തന്നെ അതിഭയങ്കരമായ ബോംബിംഗ് നടന്നിട്ടുണ്ട്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഹോസ്പിറ്റലിന് തൊട്ടടുത്തുള്ള മോസ്ക് ബോംബിംഗിൽ പൂർണ്ണമായി നശിച്ചു. ആശുപത്രിയുടെ ഭാഗവും നശിച്ചു. ആശുപത്രി ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. ഇനി വീണ്ടും അടുത്ത സ്ഥലം കണ്ടുപിടിച്ചിട്ട് വീണ്ടും ആശുപത്രി തുടങ്ങാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ ഈ ആക്രമണത്തിൽ തന്നെ ഏകദേശം 100ഓളം പേര് മരിച്ചിട്ടുണ്ടെന്നും അതിന് കൂടുതൽ ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ ആൾക്കാരെ ചികിത്സിക്കാനുള്ള സാധന സാമഗ്രികളോ മരുന്നുകളോ ഒന്നും തന്നെ ലഭ്യമല്ല. ആശുപത്രികളെല്ലാം നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ്. ഏകദേശം ഒരു 16 കിലോമീറ്റർ ചുറ്റളവിലുള്ള റഫ നഗരത്തിൽ 2.1 മില്യൺ ആൾക്കാരാണ് തിങ്ങി നിറഞ്ഞ് പുഴുക്കളെ പോലെ കഴിയുന്നത്. റഫായിൽ നിന്ന് ഡോക്ടർ സന്തോഷ്.